എന്താ മാഷേ ഉദ്ദേശം? ഒന്നുമില്ല. ആ ഒന്നുമില്ലായ്മയിൽ എന്തോന്നുണ്ടല്ലോ മാഷേ. ഓരോ മാരണങ്ങൾ കയറി വന്നോളൂ. എന്തോ ഒരു പന്തുകേടുണ്ടല്ലോ. ഇവിടെ മാത്രം നല്ലതല്ല. വേഗം സ്ഥലം കലിയാക്ക് മാഷേ. അത് പറയാൻ നിങ്ങളാരാ? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സ്ഥലം കാലിയാക്കും മാഷേ. ജീവനിൽ കൊതിയില്ല. നിങ്ങളോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. സത്യത്തിൽ എന്താ ഉദ്ദേശം? അത് നാം ആത്മത്യാഗത്തിനുള്ള ഒരു ഇടം തേടി വന്നതാ. എന്ത് ആത്മത്യാഗമോ? മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ചാവാനും സമ്മതിക്കില്ലേ? നിങ്ങളാരാ? എന്തിനായി കാട്ടിൽ വന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? മാഷിന്റെ ഉദ്ദേശം തന്നെ ആത്മത്യാഗം. എന്നിട്ടെന്താ, വഴിയൊന്നും തെളിഞ്ഞില്ലേ? തെളിയാഞ്ഞിട്ടല്ല, മരണത്തിലെങ്കിലും ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ സൂര്യനൊപ്പം അസ്തമിക്കാമെന്ന് കരുതി. എന്താ മാഷേ, വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ സന്യാസികൾക്കാകാമെങ്കിൽ ഞങ്ങൾ വിപ്ലവകാരികൾക്കുമാകാം ഈ ആത്മത്യാഗം. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചാവാം. അസ്തമയത്തിന് ഇനിയും സമയമുണ്ടല്ലോ. വേണോ? അല്ല, നിങ്ങൾക്ക് ഈ സ്ഥലം എങ്ങനെ അറിയാം? കാടും മേടും താണ്ടിയുള്ള യാത്രക്കിടയിൽ ഒരിക്കൽ ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ സ്ഥലം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതവിടെ നിൽക്കട്ടെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ വളരെ ആഴത്തിൽ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടതാണ് എന്റെ പ്രശ്നം. ഒന്ന് വ്യക്തമാക്കാം. എന്റെ പേര് അഭിരാമി. അച്ഛനും അമ്മയ്ക്കും ഏകമകൾ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചോരത്തിളപ്പിൽ വിപ്ലവം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാമെന്ന് കരുതി ഞാനൊരു വിപ്ലവ സംഘടനയിൽ ചേർന്നു. പക്ഷേ ഞാൻ പുറമേ നിന്ന് സ്വപ്നം കണ്ട വിപ്ലവ പ്രവർത്തനങ്ങളായിരുന്നില്ല സംഘടനയ്ക്കുള്ളിൽ.
സംഘടന ആർക്കു വേണ്ടിയാണോ നിലകൊള്ളേണ്ടത് അവരെ തന്നെ കൊള്ളയടിക്കുന്ന പ്രവൃത്തികളാണ് ഞാൻ അവിടെ കണ്ടത്. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും എനിക്കെന്റെ കുടുംബം നഷ്ടമായി, കൂടെ ജീവിതവും. പുറത്തിറങ്ങിയ പോലീസിന്റെ കൈകൊണ്ട്, അല്ലെങ്കിൽ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ കൈകൊണ്ട്. എന്തായാലും മരണം ഉറപ്പാ. അതിന് ഞാൻ തയ്യാറല്ല. സ്വയം തീരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോ മാഷിന്റെ കഥ പറഞ്ഞില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. നമ്മളൊരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. നിങ്ങൾ വിപ്ലവം കൊണ്ട് ലോകത്തെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ആത്മീയത കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്ന് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. ആത്മീയ യാത്രയിൽ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. അതിനും വേണം ഒരു ഭാഗ്യം. ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര അസാധ്യമാണെന്ന തിരിച്ചറിവ്, അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോ മാഷിന്റെ പേരോ? അനിരുദ്ധൻ. മാഷിന്റെ അച്ഛനും അമ്മയും? അനാഥനാണ്. ഒരാശ്രമത്തിലാണ് വളർന്നത്. ഓ, അസ്തമയം അടുക്കാറായി മാഷേ. നിലയ്ക്കാത്ത ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മാഷിന് ആഗ്രഹമെന്തെങ്കിലും? ഉറവ പറ്റാത്ത വികാരങ്ങളുടെ ഉറവിടമാണ് മനസ്സ്. ഇപ്പോൾ അതിലൊന്ന് എൻ്റെ മനസ്സിൽ മുടലെടുത്തു തുടങ്ങി. അഭിരാമി, എന്താ താനീ ലോകത്തൊന്നുമല്ലേ? എന്തേ വരുന്നില്ലേ?